സ്വഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ അതവർ കൃത്യമായി മനസ്സിലാക്കുകയും ഞാൻ അതിൽ കൃത്യമായി എന്റെ ഭാഗതയും നിർണയിക്കണം, അത് നിർവഹിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്ന കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഇഷ്ടക്കാരനായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു റബിയ, അദ്ദേഹത്തിന്റെ സ്വഹാബികളുടെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഒന്നാമതായി ഏറ്റവും മുൻകാലത്ത് പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ്. അദ്ദേഹം യുദ്ധ സന്ദർഭത്തിൽ മരിക്കാനായി കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടു, സഅദ് ജീവിച്ചിരിക്കുന്നുണ്ടോ അതല്ല രക്തസാക്ഷികളിൽപ്പെട്ടവനാണെന്ന് നോക്കി വരാൻ. അപ്പൊ അദ്ദേഹത്തെ അറിയുന്ന അൻസാരിയായ സ്വഹാബി പോയി. അദ്ദേഹം ചെന്നു. അവിടെ ചെന്നപ്പോ മരിക്കാറായി കിടക്കുന്ന, മരണവക്തത്തിൽ കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ സലാം പറയണം, മുസ്ലിങ്ങൾക്ക് വേണ്ടി സലാം ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഈ അൻസാരിയായ സ്വഹാബിയോട് പറഞ്ഞു, എന്റെ ആളുകളോട്, അൻസാരികളായ ആളുകളോട് തിരിച്ചു എന്ന് പറയാനുള്ളത്, അന്ന് യുദ്ധം കഴിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ഈ അൻസാരികളെ എന്റെ സമൂഹത്തോട് നീ തിരിച്ചു എന്ന് പറയണം. ഇന്ന സഅദൻ യഖൂലു ലഹും, സഅദ് ഇബ്നു റബിയ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് ഇങ്ങനെയാണ്. ഇന്നഹു ലാ ഉസ്റ ലക്കും ഇൻദല്ലാഹി ഇൻ ഖുലിസ ഇലാ നബിയിക്കും വഫീക്കും ഐനുൻ തത്രിഫ്. നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് അടച്ചു തുറക്കാൻ കഴിയുന്നത്ര ആരോഗ്യം നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് അവശേഷിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരു തരി മണ്ണ് വീണാൽ അതൊരിക്കലും പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾക്ക് ന്യായമില്ലാത്ത കാര്യമായി മാറും. ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ തുടക്കകാലം മുഹദിന്റെ യുദ്ധ സന്ദർഭമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് വീണാൽ, അൻസാരികളെ നിങ്ങൾക്കൊരു കണ്ണടച്ചു തുറക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, അവസാനത്തെ അൻസാരിയും അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പിന്നെ നിങ്ങൾക്ക് ന്യായമുണ്ടാവില്ല എന്ന ബോധ്യമുണ്ടാവണം. അഥവാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ എന്റെ ഭാഗതയെ ഞാൻ നിർണയിച്ചു, എനിക്ക് ശേഷം വരുന്ന എന്റെ കൂടെ ജീവിക്കുന്ന ഈ ഉമ്മത്തിന് കൃത്യമായ സന്ദേശം ഞാൻ പകർന്നു കൊടുത്തു. എന്താണ് ഈ ഉമ്മത്തിന് ആവശ്യമുള്ളത്, എന്താണ് ഈ ദീനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന വഴി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരൊക്കെ ഈ മുന്നോട്ട് പോയതും കാണാൻ കഴിയും.